നമസ്കാരം. വടകരയിൽ കളി മാറുന്നു. പി ജയരാജനെതിരെ മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച വിദ്യാ ബാലകൃഷ്ണനെതിരെ പോസ്റ്റർ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിച്ച വിദ്യാ ബാലകൃഷ്ണനെതിരെ പോസ്റ്റർ പതിപ്പിച്ചു. വടകരയിൽ വിദ്യാ ബാലകൃഷ്ണൻ മത്സരിക്കുന്നത് എതിർത്താണ് പോസ്റ്റർ. എതിരാളിക്ക് കീഴടങ്ങുന്ന നയം നേതൃത്വം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് കോൺഗ്രസിന്റെ പേരിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കിടെയാണ് വിദ്യയുടെ പേര് ഉയർന്നു വന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാവ് പി ജയരാജനെതിരെ വിദ്യാ ബാലകൃഷ്ണൻ മത്സരിക്കുമെന്നായിരുന്നു ആദ്യഘട്ട ധാരണ. എന്നാൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകുമോ എന്ന ആശങ്ക അപ്പോൾ തന്നെ വടകരയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പങ്കുവച്ചിരുന്നു. ഇതിനിടെയാണ് പ്രതിഷേധ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മണ്ഡലമാണ് വടകര മണ്ഡലം. അതിന് കാരണങ്ങൾ ഏറെയുണ്ട് താനും. വടകരയിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുൻ കണ്ണൂർ ജില്ലാ പാർട്ടി സെക്രട്ടറിയായിരുന്ന പി ജയരാജനായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ അടക്കം ആരോപണ വിധേയനായ ജയരാജനെ LDF സ്ഥാനാർത്ഥിയായി നിർത്തിയത് ഒരു ഭാഗത്ത് കോൺഗ്രസിന് ശക്തി പകരുമ്പോഴും മറുഭാഗത്ത് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് മുന്നോട്ട് വെക്കുന്നത്. വടകരയിലെ RMP നേതാവ് രമയെ കൂട്ടുപിടിച്ചുകൊണ്ട് TP വധക്കേസ് മുന്നോട്ട് വെച്ചുകൊണ്ട് വടകരയിൽ പി ജയരാജനെതിരെ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുക എന്നതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള തീരുമാനം. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധിയും ഇതിനെ നഖശികാന്തം എതിർക്കുന്ന കാഴ്ചകളാണ് പിന്നീട് നമുക്ക് കാണാനായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വടകരയിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ തൃശങ്കുവിൽ ആയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിസവും മറുഭാഗത്ത് പി ജയരാജനെതിരെ മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുന്ന നേതാക്കൾ മുന്നോട്ട് വരാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വടകരയിലുള്ളത്. എന്തായാലും ഇപ്പോഴും 3 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത കോൺഗ്രസ് നയത്തിനെതിരെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള വികാരങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വടകരയിൽ വിദ്യാ ബാലകൃഷ്ണനെതിരെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. സമാന രീതിയിലുള്ള മറ്റൊരു അനുഭവമായിരുന്നു കാസർഗോഡിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ. സ്ഥാനാർത്ഥി പട്ടികയുടെ ചർച്ചയിൽ ഒരിടത്തും കാണാതിരുന്ന പേരായിരുന്നു കാസർഗോഡിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം ഞെട്ടിച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വം കാസർഗോഡ് മണ്ഡലത്തിൽ അവസാനമായി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിച്ച നിമിഷങ്ങൾക്കിടയിൽ തന്നെ കാസർഗോഡ് DCCയിൽ പൊട്ടിത്തെറിയുണ്ടാവുകയും അടിയന്തര മീറ്റിംഗ് വിളിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തകരിൽ നിന്നും തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. പല നാടിൻ പല വിഭവം നമ്മുടെ വില്ലേജിലും. ഓറിക്സ് വില്ലേജ്, സ്വാദും വിനോദവും ഒരുപോലെ അനുഭവിച്ചറിയാൻ വരൂ. ഓറിക്സ് വില്ലേജ്, ഹൈവേ ജംഗ്ഷൻ, സൗത്ത് കാഞ്ഞങ്ങാട്.